അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനും സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാനും എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രത്യേകിച്ച് നമ്മളെ ബർത്ത്ഡേക്ക് ആരെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് തന്നാലും നമുക്ക് നല്ല സന്തോഷമാണ്. ഈ ബർത്ത്ഡേ ഗേൾ അങ്ങനെയാട്ടോ, ഭയങ്കര സർപ്രൈസ്ഡായി, ഭയങ്കര സന്തോഷം. ആളാരാന്ന് വെച്ചാൽ നമ്മൾ അംഗനവാടിയിലുള്ള പാരൻസുകൾ തമ്മിൽ ചെറിയൊരു ഫ്രണ്ട്സ് സർക്കിളുണ്ട്. അപ്പം അതിലാരെയും ബർത്ത്ഡേ ഒക്കെ വന്നാൽ ഇങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ചെറിയ രീതിയിൽ. അപ്പോൾ ആദ്യം വന്നത് ദിയേച്ചിയുടെയാണ്. അങ്ങനെ നമ്മൾ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ്. ഒന്നുമില്ല, ആദ്യം കാണിച്ച ആ ഒരു സ്വീറ്റ്സ് ഇല്ലേ, അതൊക്കെ തന്നെ. അത് കുഞ്ഞിതാണെങ്കിലും ഭയങ്കര സന്തോഷമായി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരം ഈ സ്വീറ്റ്സ് എല്ലാവരും വായിലിട്ട് കൊടുത്ത് ഞാനിതാ വാരി എൻ്റെതും കഴിച്ചു. ഭയങ്കര സന്തോഷമായി. ആൾ വന്നപ്പം തന്നെ ഭയങ്കര എക്സൈറ്റഡായി. ആളുടെ മദർ ഇൻ ലോയും ഉണ്ടായിരുന്നു കേട്ടോ, വേറെ ആരും വീട്ടിലില്ല. അങ്ങനെ സമയമായി, ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. 3:30 മക്കളെ കൂട്ടണം. അപ്പോൾ ഞങ്ങൾക്ക് ടൈമില്ല. അവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ അംഗനവാടിയിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ പിക്ക് ചെയ്തു. ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ മസ്റ്റാണല്ലോ. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു നമുക്ക് ചായ വാങ്ങിച്ചു തരാമെന്ന്. നല്ല ചൂട് പഴംപൊരി, ഉള്ളിവട, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഈ കണ്ടതെല്ലാം. അങ്ങനെ പിള്ളേരെയും പെറുക്കി ഞങ്ങളൊരു ചായക്കടയിൽ കയറി, ഒരു ബേക്കറിയിൽ അംഗനവാടിയുടെ തൊട്ടടുത്ത്. അങ്ങനെ ചായയും പരിപ്പ് വടയും പഴംപൊരിയും പിന്നെ എന്തൊക്കെയോ കഴിച്ചു, ജ്യൂസും ലൈമും. നല്ല മഴയത്തായിരുന്നു സംഭവം, കിടുവായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.